ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. നമ്മുടെ സ്വന്തം ദളപതി വിജയ് ദ ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൊമോഷൻ വർക്കോ സംഭവങ്ങളൊന്നും ഒന്നുമല്ല, ജസ്റ്റ് കേരളത്തിലേക്ക് അത് വന്നു. അത് തന്നെ ജനസാഗരം എന്ന് പറയും, അമ്മാതിരി പരിപാടിയാണ് അത്. എയർപോർട്ടിലൊക്കെ അമ്മാതിരി വരവേൽപ്പ്. തമിഴ്നാട്ടിൽ നമ്മൾ ഓഡിയോ ലഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എത്രമാത്രം ആരാധകരെ വരിക, ഇങ്ങനെ തിങ്ങി നിറയുന്നു. അത്തരത്തിൽ ആരവ് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഒരു രാഷ്ട്രീയ നേതാവിനോ മലയാളത്തിലൊരു നടനോ കിട്ടുന്നതിന്റെ അപ്പുറത്തേക്കാണ് വിജയ് എന്ന് പറയുന്ന തമിഴിലെ ഒരു നടന് ഇവിടെ മലയാളികൾ കൊടുത്തിട്ടുള്ള സ്വീകരണം. സോ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമ്മൾ കാണുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 അപ്ഡേറ്റുകൾ ഉണ്ട്. അപ്ഡേറ്റുകൾ പറയാതിരിക്കാൻ കഴിയില്ല. സോ ആദ്യം തന്നെ അത് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. നടിപ്പിൻ നായകൻ സൂര്യ നായകനായിട്ട് വരുന്ന നമ്മുടെ കങ്കുവ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. എവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ 2 ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിനുള്ളിൽ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ളത്. സംഭവം സത്യമായിരിക്കുകയാണ്. ഇന്ന് 4:30 കങ്കുവ സിനിമയുടെ ടീസർ ഇവര് പുറത്തു വിടും എന്ന് പറഞ്ഞിട്ടൊരു ഒരു പിക്ക് അടക്കം ഒരു സാധനം വിട്ടിട്ടുണ്ട്. ഇതാണ് ആ പിക്ക് എന്ന് പറയുന്നത്. നമ്മളറിയാലോ ഇതിന്റെ അപ്ഡേറ്റുകളും സമയത്ത് കങ്കുവയുടെ ഒരു പോസ്റ്റർ കണ്ടാൽ പോലും നമ്മള് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും തന്നെ ഈ ഒരു പോസ്റ്ററും കിട്ടിലൻ പോസ്റ്ററാണ്. എന്താ പറയാ, ഒരു വീരൻ നിൽക്കുന്ന ഒരു ഭയങ്കരമായ അത്രയും പവറുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ നമുക്ക് ആ ഒരു പിക്കിൽ തന്നെ തോന്നും. എന്തായാലും കങ്കുവ സിസ്ലിംഗ് ടീസർ 19/3/24, അതായത് ഇന്ന് 16:30 4:30 കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ആ ഒരു പോസ്റ്റർ പുള്ളി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യ 43 അല്ലെങ്കിൽ പുരാനനൂർ ഈ സിനിമയുടെ അപ്ഡേറ്റിനും ഇതുപോലെ ആളുകൾ കട്ട വെയിറ്റിംഗ് ആണ്. അതും സൂര്യ ജസ്റ്റ് ഒരു ഫോട്ടോ വന്നിട്ട് ഇതേപോലെ ഒരു സാധനം കൂടെ വിട്ടിട്ടുണ്ട്. ഫോട്ടോ എത്രേ ഉള്ളൂ. സുധാ കൊങ്കരയും സൂര്യയും പിന്നെ അപ്പുറത്തേക്ക് മേക്കപ്പ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് എന്തോ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫോട്ടോ. 2D എന്റർടൈൻമെന്റ്സിൽ സൂര്യയുടെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവിടെ അതിലൊരു മെസ്സേജ് കൊണ്ടിരിക്കുകയാണ്. 18 മാർച്ച് 2024, അതായത് ഇന്നലെ. ഡിയർ ഓൾ, പുരാനനൂർ റിക്വസ്റ്റ് മോർ ടൈം. അപ്പോൾ ഒരുപാട് സമയം ഇനിയും ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ദിസ് കൊളാബറേഷൻ ഈസ് വെരി സ്പെഷ്യൽ ആൻഡ് ക്ലോസ് ടു യുവർ ഹാർട്ട്. ഓക്കെ, വി ആർ വർക്കിംഗ് ടുവാർഡ്സ് ഗിവിംഗ് യു അവർ ബെസ്റ്റ്. വി വിൽ ബി ഗോയിങ് ഓൺ ഫ്ലോസ് വെരി സൂൺ. താങ്ക് യു ഫോർ യുവർ കോൺസ്റ്റന്റ് ലവ് ആൻഡ് സപ്പോർട്ട്. സൂര്യ ഒപ്പ്, സുധാ കൊങ്കര ഒപ്പ്. സോ ഇനിയും കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുരാനനൂർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് തരണമെങ്കിൽ ഇനിയും ഒരുപാട് സമയമുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിനും ഇനിയും സമയം എടുക്കും എന്നുള്ളതാണ് വാസ്തവം. ഇനി പറയാനുള്ളത് സിബി മലയിൽ എന്ന് പറയുന്നിട്ടുള്ള അറിയാലോ ഡയറക്ടർ, നമ്മുടെ സംഭവമൊക്കെയാണ് പുള്ളിക്കാരൻ. ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഭയങ്കരമാണ്. അതായത് മമ്മൂക്കനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു ക്ലീഷേ ഡയലോഗ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഓൾറെഡി ഒരുപാട് ആള് പറഞ്ഞാണ്. എന്നാലും ഒരു സംവിധായകൻ എന്ന രീതിയിൽ, അതും സിബി മലയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വാർത്ത ഇതാണ്: മുന്നിൽ നിന്ന് നയിക്കുന്ന മമ്മൂട്ടി. മലയാളത്തിന്റെ സുവർണ കാലഘട്ടമായി നമ്മൾ ഇപ്പോഴുള്ള സിനിമകളെ കണ്ടാൽ അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് മമ്മൂട്ടിയാണ്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. മമ്മൂട്ടി കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ചെയ്ത കഥാപാത്രങ്ങൾ നോക്കും. മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിനെയും റിപ്പീറ്റ് ചെയ്യാൻ മമ്മൂട്ടി ശ്രമിച്ചിട്ടില്ല. സ്വാഭാവികം, സത്യം. പുഴു, റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം, നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ സിനിമകൾ എത്രമാത്രം വൈവിധ്യതയിലാണ് അയാൾ ചെയ്യുന്നത്. ഞെട്ടിപ്പിക്കുന്ന ക്യാരക്ടർ സെലക്ഷനും പെർഫോമൻസും അല്ലേ. സിബി മലയിൽ ന്യൂ ഇന്ത്യ എക്സ്പ്രസിന് അഭിമുഖത്തിൽ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്ര പറയാനുള്ളൂ. ഇതിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് കുറെ കാലഘട്ടങ്ങളായി യുവതാരങ്ങളടക്കം മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് മമ്മൂക്കിന്റെ ക്യാരക്ടർ സെലക്ഷനും പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസും പുള്ളിന്റെ ഒരു വല്ലാത്തൊരു പോക്കൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിലൊരു അത്ഭുതം തോന്നുന്നില്ല. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങളത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷം മാത്രം. ഇനി നമുക്ക് പറയാനുള്ളതാണ് ആദ്യം ഞാൻ പറഞ്ഞ ദളപതിയുടെ എൻട്രി കൊണ്ട് ഞെട്ടിവിറപ്പിച്ചിരിക്കുന്ന കേരളത്തിന്റെ അവസ്ഥ. ഒന്ന് കണ്ടിട്ട് വരാം. PK ട്രോളിന്റെ ഒരു ട്രോൾ വീഡിയോ ആണ്. ലെറ്റ്സ് വാച്ച്. 1 മിനിറ്റ്. ആരാധകരെ ആവേശത്തിലാക്കി തമിഴ് സൂപ്പർ താരം വിജയ് തിരുവനന്തപുരത്തെത്തി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു വന്നു.
അതായത് 14 വർഷങ്ങൾക്ക് എന്റെ ശേഷമാണ് ടൈപ്പിൽ വിജയുടെ എഴുതിയ സിനിമ മച്ചാന്മാർ. കേരളത്തിൽ ഷൂട്ട് നടക്കുന്നത്. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ വിജയ് മനക്കിലേക്ക് സ്വാഗതം. പിന്നെ അവിടെ എന്നതാ കേരളത്തിലേക്ക് നടന്നത് സ്വാഗതം. എന്ന് അവർ ആർക്കും ഒരു പിടിയില്ല. സീ ഫോർ യുവർ സെൽഫ് തോർക്കണം. എന്റെ അളിയ. ആരോ നോക്ക്. ഓ. ചുമ്മാ അതിർത്തില്ല. അവന്റെ കൂടെ പിന്നെ ഒരു വലിയ സൈന്യമുണ്ട്. എന്റെ മോനെ, മലയാളികളുടെ ആളാണ് ഇത്. വിജയ് ഹേറ്റേഴ്സ്. ആര് വിചാരിച്ചാലും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. എയർപോർട്ടിൽ വന്നിറങ്ങിയത് മുതൽ പുള്ളിക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ വരെ ഉണ്ടായ സംഭവങ്ങൾ നേരത്തെ പ്രിഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയി. That is ഓടിപ്പോയതോ? KGF. എന്റെ പൊന്നോ. മനുഷ്യന്റെ രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം. ഇത്രത്തോളം ക്രൗഡ് ഉണ്ടായതിനെ തുടർന്ന് ഗവൺമെന്റിന്റെ പ്രത്യേക പോലീസ് സ്ക്വാഡും മറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുകളും ചേർന്നാണ് വിജയ് കൊണ്ടുവന്നത്. അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. ആദ്യമായിട്ടായിരിക്കും ഒരു നടനെ കൊണ്ടുവന്ന ക്രൗഡ് കൂടിയതിനെ തുടർന്ന് പടമാവുന്നത്. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. എയർപോർട്ടിൽ നിന്ന് പുള്ളിയെ പിക്ക് ചെയ്ത കാറിന്റെ രണ്ട് സൈഡും തകർത്ത് ഇവന്മാര് തകർത്ത്. ഇതൊക്കെ എന്തൊരു ഓവറാണ്. അന്തമില്ലാത്ത ഒരിക്കൽ പറഞ്ഞാ മതിയോ? എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. തമ്പുരാൻ മാപ്പാക്കണം. ഗോവിന്ദൻകുട്ടി എന്തോ ബുദ്ധിമോശം കാട്ടി. ഇനി ഉണ്ടാവില്ല. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. കേട്ടല്ലോ കേട്ടല്ലോ. കോപ്പി ദാ, നിന്നോടാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. എടാ, ഇവിടെ ഇതിപ്പോ ആര് വന്നാലും ഇതാണുള്ള അവസ്ഥ. ലോകേഷ് വന്ന് കാലൊടിച്ചു വിട്ടു, പാവത്തിന് സ്ക്രാച്ച് ആവും എന്തൊക്കെ ചെയ്തു വിട്ടു. അമ്മാതിരി തിരക്കുന്ന അന്ന് വിജയ് വന്നു, കാർ ഇമ്മാതിരി അവസ്ഥ. ഇവിടെ അന്തംവേസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇത് കേരളമാണ്, വിജയാണ് വരുന്നത്. വിജയ്ക്ക് തമിഴ്നാട്ടിലുള്ള ഫാൻസ് പോലെ തന്നെ കേരളത്തിലും ഭയങ്കരമായിട്ടുള്ള ഫാൻ പവർ ഉണ്ട്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ വന്നതിലാണ് മിസ്റ്റേക്ക് ഞാൻ പറയുന്നത്. അത്രയും അല്ല, സുരക്ഷിതനപ്പുറത്തേക്ക് എന്ത് കൊടുക്കുന്നില്ല. ഒരു കാറ് പോയാൽ പോട്ടെ അല്ലെ, ഒരു കാറ് പോയാൽ പോട്ടെന്ന് വെക്കും ഞാൻ പറഞ്ഞില്ലേ. അതേപോലെ അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം വിജയാണ് വരുന്നത്, വേറെ ആരുമല്ല. വിജയിനെ പോലെ ലോകേഷ് വന്നിട്ട് അതായിരുന്നു അവസ്ഥ എന്നുണ്ടെങ്കിൽ വിജയ് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. ഞാനിപ്പോ ആലോചിക്കുന്നത്, മഞ്ഞുമൽ ബോയ്സ് സിനിമ തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ സിനിമ വന്നതിൽ ഒരു നടി പറഞ്ഞു, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അവരുടെ പേരൊന്നും അറിയില്ല. പുള്ളിക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളികൾ തമിഴ് സിനിമയ്ക്കും തമിഴിലെ ആളുകൾക്കൊന്നും ഇത്ര പ്രാധാന്യം കൊടുക്കില്ല, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര ഇവിടെ മഞ്ഞുമൽ ബോയ്സ് ആഘോഷമാക്കുന്നു. ഇതാണ് മറുപടി. ഒന്ന് കണ്ടു നോക്കൂ. ജസ്റ്റ് നിങ്ങളുടെ അല്ല, നമ്മളുടെ വിജയ് ഒന്ന് കേരളത്തിലേക്ക് വന്നതിന്റെയാണ് ഈ കാണുന്ന കോലാഹലങ്ങളൊക്കെ. എന്താണ്, റോഡിലൊക്കെ നിൽക്കാൻ സ്ഥലമുണ്ടോ? ശരിക്കും ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു. എന്താണ്, ഒരു പ്രൊമോഷൻ വർക്കോ അങ്ങനെ നിങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ട്രിവാൻഡ്രത്തേക്ക് പുള്ളിക്കാരൻ വന്നു, അതിന്റെയാണ് ഈ കണ്ടത്. അപ്പൊ നിങ്ങൾ പറയാൻ എന്നിട്ട് തമിഴ് സിനിമകൾക്കോ തമിഴ് നടന് പോലും നമ്മൾ ഇതാണ് കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന സ്വീകരണം ഇതാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് തമിഴ് സിനിമകൾ ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് തമിഴ് സിനിമകൾ നമ്മളിവിടെ ആഘോഷമായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഏറ്റവും വലിയ കാര്യമാണ് ഇവിടെ വിജയ്ക്കൊക്കെ ഇത്രയും. വിജയ് മാത്രമല്ല, വിജയ്, സൂര്യ, രജനീകാന്ത്, കമൽഹാസൻ, തമിഴിലെ എല്ലാ മിക്ക നടന്മാർക്കും, ഈ പുതിയ തലമുറ എടുക്കാൻ ജി വി പ്രകാശിനൊക്കെ എത്ര ഫാൻസ് ഉണ്ടെന്ന് അവിടെ. സോ പൊട്ടത്തരം വിളിച്ച് പറയരുത് എന്ന നടിയോട് ഓർമ്മിപ്പിക്കുന്നത്. അതിപ്പോ കേൾക്കും, അത് വേറെ കാര്യം. എന്തായാലും ഇവിടെ കാറൊക്കെ തകർത്ത് വിട്ടത് ഇച്ചിരി ഓവറായില്ലേ ചോദിച്ചാൽ ഓവറായി എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇത്രയും ആളുകൾ വന്നാൽ ഇപ്പൊ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമോ? ഇപ്പൊ വിജയ് വരുമ്പോ ഇത്രമാത്രം ആളുകൾ, മലയാളത്തിലെ നടന്മാർ വരുമ്പോ പോലും ഇത്രയില്ല. പിന്നെ തമിഴിൽ നിന്ന് ഒരാൾ വരുന്നു, ഇത്രയും ആളുകൾ വരും, ഇങ്ങനെ സംഭവിക്കുന്നൊന്നും ആരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആരും പറഞ്ഞിട്ട് കാര്യമില്ല.
പക്ഷെ ഇത്തിരി ഓവറായി പോയി.